Very good morning. We can start today's class with a silent prayer. Okay. Actually, we have already started the C programming and various features of C and all we have studied last class. Let me share the screen. Second. Okay. അതായത് നമ്മൾ സി പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഏതൊരു പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സ്റ്റെപ്സ് വി ഹാവ് ടു ഫോളോ ഫോർ ഡെവലപ്പിംഗ് ദാറ്റ് പ്രോഗ്രാം. എസ്പെഷ്യലി ഹിയർ വി ആർ സെയിങ് വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ ഡെവലപ്പിംഗ് എ പ്രോഗ്രാം. നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പല സ്റ്റെപ്സ് ഉണ്ടാകും. ദി സിമിലർ വേ some steps we are following for developing a computer program also. That is, one is planning, that is which program to what we have to develop. Then feasibility analysis, whether the program is feasible. Then software design, programming means that a coding part, the statement we are writing. Then implementation and integration, that means we are implementing that program in the customer place. Suppose one software we are developing means that software we are implementing in the place where we are planning to implement that program. Then software testing, whether the program which we developed, whether it is working in a proper way. That is nothing but software testing. Then installation and maintenance, whether we have everything should be maintained properly or not. Actually, these are the various steps for developing any computer program. അതായത് പ്ലാനിങ് ചെയ്യുന്നു, ഫീസിബിലിറ്റി അനാലിസിസ് നടത്തുന്നു, സോഫ്റ്റ്വെയർ ഡിസൈൻ നടത്തുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം ഡിസൈൻ നടത്തുന്നു, ദെൻ പ്രോഗ്രാമിംഗ്, കോഡിംഗ് പാർട്ട്, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ഇത് ജനറലായിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രോഗ്രാം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. പ്രോഗ്രാം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ഇനി സിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ആരാണ് സി ഡെവലപ്പ് ചെയ്തത്, സി ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ദെൻ സിയുടെ ചില ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ നമ്മൾ കണ്ടു. ദെൻ എന്തുകൊണ്ടാണ് സി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബിക്കോസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജ്. ധാരാളം ഫീച്ചേഴ്സ് നമുക്ക് സി ലാംഗ്വേജിന്റെ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. വാട്ട് ആർ ദി വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ചെറിയ പ്രോഗ്രാംസ് നമ്മൾ എഴുതിയിരുന്നു. ഇനി നമുക്ക് ആ സിയുടെ പ്രോഗ്രാം സ്ട്രക്ചറും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. സിയുടെ പ്രോഗ്രാം സ്ട്രക്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ പ്രീ പ്രോസസർ കമാൻഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതായത് ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നുണ്ട്. ഫങ്ഷൻസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, കമന്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് സിയുടെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. When asking question in the structure of C program, we can write this way, or we can draw the diagram, and like that also we can explain. Only thing is that what is the point which is required from that answer, that is to be there. That's all. Okay. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഫസ്റ്റിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ എന്താണ് അവിടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റ് മെയിൻ എന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ദെൻ പലയിടത്തും കാണുന്നതാണ് ഒരു സ്ലാഷ് സ്റ്റാർ എന്നെഴുതിയിട്ട് ഡോട്ട് ഇട്ടിട്ട് സ്റ്റാർ സ്ലാഷ് എന്നെഴുതുക. അതായത് വാട്ട് എവർ വി ആർ റൈറ്റിംഗ് ഇൻസൈഡ് ദിസ് വൺ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് എ കമന്റ്. Then printf statements we are writing, that is for output statement, return 0, like that we are, this is actually a general structure of the C program. Okay. Then for compiling and executing C program, various platforms will using various ways. ചിലപ്പോൾ യുണിക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലിനക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഉപയോഗിക്കുന്ന രീതി ആവണമെന്നില്ല.
നമ്മൾ ടർബോ സി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടർബോ സി യൂസ് ചെയ്യുന്ന കേസസ് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലാബിലും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ F2 സേവ് ചെയ്യാൻ വേണ്ടിയും Alt F9 കമ്പൈൽ ചെയ്യാൻ വേണ്ടിയും കൺട്രോൾ F9 കമ്പൈൽ ആൻഡ് റണ്ണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ടോക്കൺ സിൻസിങ്. വാട്ട് ഈസ് എ ടോക്കൺ? ടോക്കൺ എന്ന് വെച്ചാൽ ടോക്കൺ എന്ന് ദാറ്റ് വേർഡ് സംവാട്ട് സിമിലർ, ദാറ്റ് വേർഡ് ഈസ് സംവാട്ട് ഫെമിലിയർ ടു അസ്. പല രീതികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ടോക്കൺ എന്ന് പറയുന്ന പേര്. നമ്മളൊരു ബാങ്കിൽ പോയാൽ അവിടെ ഒരു ടോക്കൺ, ചില ഇവിടെ ഒന്നും അധികം ഇല്ല. ഓക്കെ, എങ്കിലും ടോക്കൺ ഈസ് എ സ്മോളസ്റ്റ് പ്രോഗ്രാമിംഗ് എലമെന്റ് ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദ സ്മോളസ്റ്റ് പ്രോഗ്രാമിംഗ് എലമെന്റിനെ വിളിക്കുന്നത് എന്ത്? ടോക്കൺ എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ടോക്കൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി either a keyword or identifier or constant, string, literal or symbol. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആവാം ടോക്കൺസ് ഇൻ സി എന്ന് പറയുന്നത്. That means a keyword can be there, identifier can be there, constant can be there, string, literal can be, anything can be there. So explain the tokens in C എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what is a token we have to write and each and everything we have to explain in a proper way. Okay. So ഈ ചെറിയ പ്രോഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിലും ഇവിടെ കണ്ടില്ലേ, ഒരു ഈ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്, ഇതിനിടയ്ക്ക് എഴുതുന്ന ഇത്രയും കാര്യങ്ങളാണ് ടോക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. ഈ പ്രിന്റ് എഫ് ഹലോ വേൾഡ്, അല്ല പ്രിന്റ് എഫ് ഗോഡ് ഈസ് ലവ്, ലൈക്ക് ദാറ്റ് വി ആർ റൈറ്റിംഗ്. So it is forming a token. Then in last we are seeing a semicolon. The semicolon will be called as a statement terminator in C program. Statement terminator. Each and every statement will be ending with a semicolon. Okay. Then comment. Comment എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഒരു സ്ലാഷും സ്റ്റാറും ഇട്ടിട്ട് അതിനിടയിലായിട്ട് നമ്മൾ എഴുതുന്നു, കമന്റ് എഴുതുന്നു. അപ്പൊ കമന്റ് എന്ന് പറയുമ്പോൾ whatever we are writing, that will be taken as part of the program, but just the compiler will just ignore that statement. അപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ suppose somebody is making some comment about us, we are just ignoring. Otherwise നമ്മുടെ മോട്ടിവേഷന്റെ, നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയൊക്കെ കച്ചുടയ്ക്കാൻ വേണ്ടി ചില കമന്റുകൾ പറയുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇഗ്നോർ ചെയ്യും. വാട്ട് എവർ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ്, ബട്ട് ഇറ്റ് വിൽ ബി ദെയർ, ദാറ്റ് വിൽ ബി ജസ്റ്റ് വി ആർ ഇഗ്നോറിംഗ്. ദാറ്റ് ഈസ് കമന്റ്. കമന്റ് മീൻസ് ഫോർ ദി ഡോക്യുമെന്റേഷൻ പർപ്പസ് വാട്ട് എവർ വി ആർ റൈറ്റിംഗ്, ദാറ്റ് വിൽ ബി കോൾഡ് എസ് എ കമന്റ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ഐഡന്റിഫയർ? Any programming language we are seeing this one terminology, identifier. Identifier means it is a terminology for identifying purpose. Identifier means for the identifying purpose. That means identifier is a name used to identify a variable or a function or any user defined data item. Any user defined data item. Identifier is a name used to identify variable or function or any data item. അതിനെ വിളിക്കുന്നതാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദി റൂൾസ് ഫോർ റൈറ്റിംഗ് ആൻ ഐഡന്റിഫയർ? ഒരു ഐഡന്റിഫയർ നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി വാട്ട് വിൽ ബി ദി റൂൾസ് വി ക്യാൻ അഡോപ്റ്റ്? So first rule we can tell, an identifier starts with a letter A to Z, or that is a small letter A to Z, or an underscore followed by some letters. അതാണ് ഒരു റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് വി ക്യാൻ ടെൽ അണ്ടർസ്കോർ ക്യാൻ ബി യൂസ്ഡ് as the first letter, first character of that identifier, but some compilers may not accept it, so it is advisable to ignore that word and we can use first character ആയിട്ട് A to Z, capital A to Z അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ A to Z ഉപയോഗിക്കാം. പക്ഷേ അണ്ടർസ്കോർ ഓൾസോ അലൗഡ് ആണ്. ഓക്കെ. ദെൻ പിന്നെ അതിനുശേഷം 0 to 9 ആയിട്ടുള്ള 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി റിസർവ്ഡ് വേർഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് ഒന്നും ഐഡന്റിഫയറിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. We should not use any reserved words. What is a reserved word? We will see. Now next we will see what is a reserved word. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ മാർക്ക്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, all these things will not be used. അപ്പോൾ ഒരു what are the valid identifiers and what are the invalid identifiers? So valid identifiers means identifiers which are satisfying these rules for the making the identifier. That means suppose say MOHD, it is a example for the valid identifier.
ZARA. It is an example for the valid identifier. Anything. Suppose if you are writing your name, if you are writing your name as JOH. Okay, then it is JOHN. If you are writing, it is an identifier. But if you are writing one JOH, it is not identifier because it cannot start with a number. So that is an invalid identifier. That means a valid identifier means starting with that character letter A to Z. It should not start with the number or any other special characters. That will be invalid identifier. That is the difference between valid identifier and invalid identifier. Okay. Now, what is a keyword? Keyword എന്ന് വെച്ചാൽ എന്താണ്? Keyword എന്ന് പറഞ്ഞാൽ keyword is nothing but the reserved word. ഇപ്പോൾ now it was the election time. Suppose election ടൈമിൽ നമ്മൾ കാണുന്നുണ്ട്, election ടൈമിൽ പല വാർഡ്സിലും ചില സിറ്റികളിലെല്ലാം റിസർവ്ഡ് ഫോർ ദിസ് പാർട്ടി എന്ന് എഴുതി വയ്ക്കും. എന്ന് വെച്ചാൽ റിസർവ്ഡ് പ്ലേസസ് cannot be used by anybody else. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ that cannot be used by anyone else for some other purposes. That is reserved. That is the meaning of reserved. ഇവിടെ keywordsന്റെ കാര്യത്തിൽ reserved word means system is reserving these words for some particular purpose and the user cannot change that one. അപ്പോൾ അതായത് ഇപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? This break word is using for some purpose by the system. We cannot take it out for our own purpose. We cannot take it, oh, that is, suppose we are writing a program and I want to use this one variable in our program. So can I use? No, I cannot use the word break for my purpose. So these are all some examples of the reserved words. That is auto, else, long, switch, break, These are all some examples for the reserved words. നിങ്ങൾ ഈ എക്സാമിനേഷൻ പർപ്പസിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിനുള്ള പർപ്പസിന് വേണ്ടിയാണെങ്കിലും ഈ കുറെ അധികം ഒരു 10-15 മിനിമം 10 to 15 റിസർവ്ഡ് വേർഡ്സ് യു ക്യാൻ ഫെമിലിയർ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഗോ ടു, സൈസ് ഓഫ്, ഡീഫോൾട്ട്, ഡു, all these things are reserved words. What is the meaning? System is reserving these words for some particular purpose, and we cannot change the meaning of these words, or we cannot change the purpose of these words. So that is the reserved words. Then seal കാണാം white spaces. എന്താണ് white spaces? As the name suggests, white space is a term used to describe blanks. Blank. See this example. Int and age we are writing. In between int and age, there should be some blank. So that blank space, some tabs or a new line, like that, all these things can be represented by the white space. So white space is a term used to describe that one. So that is nothing but വേണ്ട സ്ഥലത്ത് some space വേണം, അത്യാവശ്യമാണ്. അതിനെയാണ് white space എന്ന് പറയുന്നത്. Okay. What is a data type? What is a data type? Data type is nothing but type of data. Data type. That means type of data. So that means type of data which can be acceptable by the computer memory. So that the memory location. So suppose we are declaring a variable. So what data type it can be? So that type of data, that will be called as data type. Okay. So many data types are available in any programming languages. C also supports various data types. That is, one is basic types, another one is enumerated type, and another one is the void type, and another one is derived type. These are all some of the types of data types. That is, one is basic types. Basic types means fundamental types. That means integer or floating. All these things are basic types. Enumerated type means some arithmetic types, and they are used to define the variables that can only assign certain discrete integer values throughout the program. They are called as enumerated type. Okay, then void means void indicating no values are available. That means no, that is we will write, that is already when we wrote some program,
we wrote that is a void main, like that we are writing. That means the function is not returning any value. That means the void indicating no value. Then derived type, that means it is deriving from somewhere. It is all from somewhere, it is deriving. Pointer types, array types, structured types, union type, function types, all these things are derived type. That means a pointer, array, structure, union, function. All these things are derived from something. So it is called a derived type. These are the main the types of data types, main classification of data types. Okay, first we can see about the integer type. What is meaning of integer type? Integer type means the type of the data which can be acceptable only that integer type of data. Integer മാത്രമാണ് accept ചെയ്യാൻ പറ്റുന്നത് അവിടെ. അതിനെ വിളിക്കുന്നതാണ് integer type data എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് അതിന്റെ ടൈപ്പും സ്റ്റോറേജ് സൈസും വാല്യൂ റേഞ്ചുമായിട്ട് നമ്മൾ കുറച്ച് കാണുന്നുണ്ട്. അതായത് ക്യാരക്ടർ, ക്യാർ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഈ ടേബിള് നമ്മൾ എപ്പോഴും ഒന്ന് മൈൻഡിൽ അവിടെ അങ്ങ് സ്റ്റിക്ക് ചെയ്യണം. അതായത് ക്യാർ എന്ന് പറഞ്ഞാൽ 1 ബൈറ്റേ ഉള്ളൂ. അതിന്റെ റേഞ്ച് എന്താണ്? -128 to 127 or 0 to 255. In examination, usually this type of question will come, that is explain data types, or the explain integer type, or this table itself can be asked, or from this table storage size of some particular data type, or what is the value range of this particular data type, like that some questions can be asked. Okay, then unsigned char ആണെങ്കിൽ 1 byte, അതും 0 to 255. സൈൻഡ് ക്യാർ ആണെങ്കിലോ, സൈൻഡ് ക്യാർ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. അതായത് ക്യാറിനും അൺസൈൻഡ് ക്യാറിനും സൈൻഡ് ക്യാറിനും എല്ലാം സ്റ്റോറേജ് സൈസ് 1 ആണ്. പക്ഷെ സൈൻഡ് ക്യാർ ആകുമ്പോൾ -128 to 127 എന്ന് പറഞ്ഞ വാല്യൂ റേഞ്ച് കീപ്പ് ചെയ്യുന്നു. ഇനി ഇന്റിജർ ടൈപ്പ് ഓഫ് ഡാറ്റ, ഇന്റ് വി വിൽ ഗിവ് us ഇന്റ്. ഇന്റിജർ ടൈപ്പ് ഓഫ് ഡാറ്റ വിൽ ബി ഗിവൺ us ഇന്റ്. ഇന്റ് മീൻസ് 2 അല്ലെങ്കിൽ 4 ബൈറ്റ്, 2 ബൈറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -32,768 to 32,767. കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുക. -32,768 to 32,767. ഓക്കെ, അൺസൈൻഡ് ആണെങ്കിലോ 2 ബൈറ്റ് ഓർ 4 ബൈറ്റ്. ഇവിടെയും 0 to 65,535 വരെ ആയിരിക്കാം. ഷോർട്ട് ആണെങ്കിൽ 2 ബൈറ്റ്. അതായത് ഇന്റ് എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ്, അൺസൈൻഡ് ആണെങ്കിലും 2 ബൈറ്റ്, ഷോർട്ട് ആണെങ്കിലും 2 ബൈറ്റ്. ഇവിടെയും -32,768 to 32,767. അൺസൈൻഡ് ഷോർട്ട് ആണെങ്കിലും 2 ബൈറ്റ്, 0 to 65,535. ലോങ് ആണെങ്കിൽ 4 ബൈറ്റ്. അതിന്റെ ആ റേഞ്ച് ഒന്ന്, ഈ വാല്യൂ ഒന്ന് ഓർമ്മ വെച്ചേക്കുക. -21, അത് പഠിക്കാൻ എളുപ്പമാണ്. എങ്ങനെ പഠിക്കും? 21ന്റെ ഏകദേശം മൾട്ടിപ്പിൾ വരും 47, പിന്നെ 48, പിന്നെ 36, 48. കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. -21, 47, 48, 36, 48. പിന്നെ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതിയല്ലോ. ഇവിടെ എന്നോട് പറയാം -21, 47, 48, 36, 48. ഓക്കെ, അതുപോലെ അൺസൈൻഡ് ബൈറ്റ് ആണെങ്കിൽ, അൺസൈൻഡ് ലോങ് ആണെങ്കിലോ 4 ബൈറ്റ്സ് ആണ്. അപ്പൊ അതിന്റെയും റേഞ്ച്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ റേഞ്ച് പറയും. ഈ റേഞ്ച് പറയുന്ന ഇതിന്റെയൊക്കെ ബൈറ്റ് ഇത്ര സൈസ് നമ്മൾ പറയും. ഈ സൈസ് നമുക്ക് പ്രോഗ്രാം വഴി ത്രൂ അവർ പ്രോഗ്രാം, അവർ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു സീ ദിസ് സൈസ്? യെസ്. സൈസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലേ, സൈസ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. സൈസ് ഓഫ് ഇന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിന് ഇന്റ് 2 ബൈറ്റ് ആണോ 4 ബൈറ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ സൈസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിന്റെ ആ സൈസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ്. ഫസ്റ്റ് വി ഹാഡ് സീൻ ഇന്റിജർ ടൈപ്പ്. നെക്സ്റ്റ് വി ആർ സീയിങ് ദി ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ the floating point numbers we are using, that means we have to represent the decimal values with the decimal values. അപ്പോൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് എന്നുള്ളൊരു ഉണ്ട്. ഫ്ലോട്ടിനാണെങ്കിൽ സ്റ്റോറേജ് സൈസ് 4 ബൈറ്റ്, അതിൻ്റെയും വാല്യൂ റേഞ്ച്, അതിൻ്റെ പ്രിസിഷൻ 6 ഡെസിമൽ പ്ലേസസ്. ഡബിൾ ആണെങ്കിൽ ഈ ബൈറ്റിന്റെ ഇരട്ടി കാര്യങ്ങൾ,
അതായത് ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പേഴ്സ് കുറെ അധികം സൈസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഡബിള്. അതുപോലെ ലോങ് ഡബിൾ ആണെങ്കിൽ 10 ബൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ റേഞ്ച് വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്, അതുപോലെ പ്രിസിഷനും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. അതായത് ഡബിൾ ആകുമ്പോൾ 15 ഡെസിമൽ പ്ലേസസ് ആണ് ഇതിന്റെ പ്രിസിഷൻ വരുന്നത്, എന്നാൽ ഇതിനാണെങ്കിൽ 19 ഡെസിമൽ പ്ലേസസ് അതിന്റെ പ്രിസിഷൻ വരും. അതായത് ഇത് ശരിക്കും ഒരു ഹെഡർ ഫയൽ float.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഇത് പോയി നമുക്ക് ശരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് float.h, അത് സ്റ്റോർ ചെയ്യുന്നതല്ല, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ആ float.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇനി വോയിഡ് ടൈപ്പ് എന്താണ്? വോയിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടല്ലോ, വോയിഡ് മെയിൻ എന്ന് എഴുതുന്നു. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ റിട്ടേൺസ് ആസ് വോയിഡ്. ഫംഗ്ഷൻ റിട്ടേൺസ് ആസ് വോയിഡ്. ഇത് കൂടാതെ നമ്മൾ ചില ആർഗ്യുമെന്റ്സ് ആസ് വോയിഡ്. അതായത് ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ f1 ഓഫ് ഇൻറ്റ് rand ഓഫ് വോയിഡ് എന്ന് ഇവിടെ നമ്മൾ കണ്ടില്ല, ഇൻറ്റ് rand ഓഫ് വോയിഡ് എന്ന് എഴുതുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫംഗ്ഷന്റെ പാരാമീറ്ററുകളായിട്ട് അല്ലെങ്കിൽ വേരിയബിളുകളായിട്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ അതും ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ആസ് വോയിഡ്. ആർഗ്യുമെന്റ്സ് ആർ നോ പാരാമീറ്റേഴ്സ് ക്യാൻ ബി ആക്സെപ്റ്റിംഗ് എന്നുള്ളത്, അതാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇനി പോയിന്റേഴ്സ് ടു വോയിഡ് ഉണ്ട്. ക്രിയേറ്റിംഗ് ദി ജനറിക് പോയിന്റർ. ദാറ്റ് മീൻസ് പോയിന്റർ ടൈപ്പ് വോയിഡ് സ്റ്റാർ റെപ്രസെന്റ്സ് ദി അഡ്രസ് ഓഫ് ആൻ ഓബ്ജക്ട് but not its type. അഡ്രസ് മാത്രം ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുക, അവിടെ അതിന്റെ നോട്ട് ഇറ്റ്സ് ടൈപ്പ്. മറ്റേ കേസ് പോലെ ഉള്ള ഒരു അല്ല ഇവിടെ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വോയിഡിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന്, ഫംഗ്ഷൻ റിട്ടേൺസ് നോ വാല്യൂ. ആർഗ്യുമെന്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിന്റെ കേസിൽ വോയിഡ് ആവാം, അല്ലെങ്കിൽ പോയിന്റേഴ്സിന്റെ കേസിലും വോയിഡ് ആവാം. 3 കേസുകളാണ് വോയിഡിന്റെ കേസ് നമ്മൾ കാണുന്നത്. ഇനി വേരിയബിൾ. Any programming language, one important concept is variable. What is a variable? Variable is actually a quantity whose value will change during the execution of program. ഇപ്പോഴേ ഒരു വാല്യൂ ആയിരിക്കും, കുറച്ച് കഴിയുമ്പം after some time the value will be different. So that quantity will be called as variable. ഇപ്പോൾ ക്ലൈമറ്റിന്റെ ഇങ്ങനെയാണ് ക്ലൈമറ്റ്, കുറച്ച് കഴിഞ്ഞ് ക്ലൈമറ്റ് വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ അല്ലെങ്കിൽ യെസ്റ്റർഡേ ദി നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ അവർ കൺട്രി, ടുഡേ ദി നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ അവർ കൺട്രി. സോ ഇറ്റ് ഇസ് എ വേരിയബിൾ. വേരിയബിൾ ഇസ് എ ക്വാണ്ടിറ്റി ഹൂസ് വാല്യൂ വിൽ ചേഞ്ച്. വേരിയബിൾ ഏത് തരത്തിലുള്ള വേരിയബിളും ആവാം. ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ ഇൻറ്റ് ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, വോയിഡ് ആവാം. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആ ഓരോ ടൈപ്പിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. റെപ്രസെന്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഇൻ അവർ പ്രോഗ്രാം വി ഹാവ് ടു ഡിഫൈൻ ദിസ് വേരിയബിൾ. ഹൗ വി ആർ ഡിഫൈനിങ് ദിസ് വേരിയബിൾ? എങ്ങനെ നമ്മൾ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യും? വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ടൈപ്പ് സ്പേസ് വേരിയബിൾ ലിസ്റ്റ്. ദാറ്റ് ഈസ് ദി സിൻടാക്സ് ഫോർ ഡിഫൈനിങ് എ വേരിയബിൾസ് ഇൻ അവർ പ്രോഗ്രാം. ടൈപ്പ് സ്പേസ് വേരിയബിൾ ലിസ്റ്റ്. എക്സാമ്പിൾ നോക്കിയേ, ഇൻറ്റ് i, j, k എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇൻറ്റ് എന്ന് പറയുന്നത് ടൈപ്പാണ്, i, j, k എന്ന് പറയുന്നത് വേരിയബിൾ ലിസ്റ്റ് ആണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ വേരിയബിൾസിനെ, അതുപോലെ ഏത് വേരിയബിൾസിനെയും ഏത് ടൈപ്പിലൂടെയും നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു വാല്യൂ കൊടുക്കണമെങ്കിലോ ഇൻ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽസ് വാല്യൂ. അതായത് ഇൻറ്റ് d ഈക്വൽസ് 3 like that we can give, or int a equals 5 like that we can give. That means value initialization of the variable also it is possible. Now how we are declaring the variables in any programming language? It can be declared in any way. It can be declared in internal way or external way, inside way or external way. For declaration external ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ extern എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യും. എക്സ്റ്റേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് ലെവലിലാണ് നമ്മൾ ഈ എക്സ്റ്റേൺ കീവേഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ഫണ്ടമെന്റൽ ലെവലിൽ എക്സ്റ്റേൺ കീവേഡ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അറിയാം. സാധാരണ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇൻറ്റ് എ, ബി അല്ലെ ഇൻറ്റ് സി എന്ന് പറഞ്ഞ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഈ എക്സ്റ്റേൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എക്സ്റ്റേൺ ഇൻറ്റ് എ, ബി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ നമ്മുടെ വേറൊരു മറ്റൊരു ഫംഗ്ഷനിലേക്ക്
അല്ലെങ്കിൽ മറ്റൊരു സ്കോപ്പിലേക്ക് നമ്മൾ ആ വേരിയബിളിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി ബേസ്ഡ് ഓൺ ദാറ്റ് എക്സ്റ്റെൻഡ്. അതുപോലെ എൽ വാല്യൂസും ആർ വാല്യൂസും ഒക്കെ നമ്മൾ ചില കേസുകളിൽ സിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആർ വാല്യൂ എന്ന് പറയുമ്പോൾ ഡാറ്റ വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൽ വാല്യൂ റെപ്രസെന്റിങ് ദി മെമ്മറി ലൊക്കേഷൻ ആൻഡ് ആർ വാല്യൂ റെപ്രസെന്റിങ് ദി റെഫേഴ്സ് ടു ദി ഡാറ്റ വാല്യൂ. ഡാറ്റ വാല്യൂ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇൻറ്റ് ജി ഈക്വൽസ് 20 എന്നാൽ നമ്മൾ എഴുതുന്നത് വാലിഡ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ 10 ഈക്വൽസ് 20 എന്ന് എഴുതിയാലോ അത് ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എൽ വാല്യൂവും ആർ വാല്യൂവും നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു കേസ് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് വേരിയബിൾസ് എൽ വാല്യൂസ് the variables are L values and so they may appear on the left hand side of an assignment. Left hand side എന്ന് പറഞ്ഞാൽ എന്താണ്? അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ whatever the value in the right hand side of the expression that you will be assigning to the left hand side. എന്താണ് expression എന്ന് പറഞ്ഞാൽ? What is the meaning of expression? Any programming language, expression means this is an expression. Now we are writing int g equals 20. We are writing it is an expression. Expression means it is a combination of operators and operands which will give a value. Let me tell one more time. Expression is a combination of operators and operands which will give a value. അതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 equals 2 plus 3, c equals a plus b, all these things are expressions. Okay. Now, എന്താണ് കോൺസ്റ്റന്റ്? നമ്മൾ വേരിയബിൾസ്, just now we have studied variables. The just opposite case we can tell, just reverse case we can think about the variable. Sorry, constant. So what is what was a variable? Variable is a quantity whose value will change during execution of program. If that value is not changing, that is nothing but constant. So constant is nothing but a quantity whose value will not change during the execution of program. So that constant can be any of the basic data types like integer constant, floating constant, character constant, string constant. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത് ലിറ്ററൽ എന്നുള്ള പേര് പറയുന്നത്. So constant can be a string literal or any type of literal can be there. So example നോക്കുക, if it is a integer literal, നമ്മൾ പറയുകയാണ് integer literal ആയിട്ട് 212 ഇത് ഇങ്ങനെ പറഞ്ഞ് കുറെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇതെല്ലാം നമുക്ക് പലതരത്തിലുള്ള ലിറ്ററൽസ് ആയിട്ട് നമുക്ക് സം എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് വാലിഡ് ലിറ്ററൽസ് ആർ അവൈലബിൾ ഹിയർ. ഇന്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്നാകുമ്പോഴോ ഫ്ലോട്ടിംഗ് പോയിന്റ് ആകുമ്പോൾ വിത്ത് ഡെസിമൽ പാർട്ട്, സം ലിറ്ററൽ വിത്ത് സം കോൺസ്റ്റൻസ് വിത്ത് സം ഡെസിമൽ പോയിന്റ്, ഇഫ് ഇറ്റ് ഈസ് ദയർ ദാറ്റ് വിൽ ബി കോൾഡ് as the floating point literal. Then character constant എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ whatever we are writing within single quotes, enclosed in single quotes. Character literal is that is nothing but enclosed in single quote, single quotation mark. Single quotation mark അതിനകത്ത് നമ്മൾ കൊടുക്കുന്നു whatever we are writing, that will be called as character constant. That will be called as character constant. Okay. Okay. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണിത്. ക്യാരക്ടർ കോൺസ്റ്റൻസിനകത്ത് തന്നെ ഈ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉപയോഗിക്കാറുണ്ട്. വാട്ട് ഈസ് മീനിങ് ഓഫ് എസ്കേപ്പ് സീക്വൻസ്? എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക, ഈ സീക്വൻസിൽ നിന്ന് രക്ഷപ്പെടുക. അതായത് നമ്മൾ എഴുതിക്കൊണ്ട് വരുന്ന ആ സീക്വൻസിൽ നിന്ന് ജസ്റ്റ് ദാറ്റ് ഇസ് ഫ്രം ദാറ്റ് ഫ്ലോ ജസ്റ്റ് വി ആർ എസ്കേപ്പിംഗ്. സോ ചില വേർഡുകൾ, ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എസ്കേപ്പ് സീക്വൻസ് എന്നാണ് പറയുന്നത്. സിയിൽ ഇത്രയും ഒരു 6-7 ഒരു ലിസ്റ്റ് ഓഫ് എസ്കേപ്പ്, സോ മെനി ലിസ്റ്റ് ഓഫ് എസ്കേപ്പ് സീക്വൻസസ് ആർ ദയർ. ഇത്രയും കാര്യങ്ങൾ ഈ ടേബിളിൽ കാണുന്ന എസ്കേപ്പ് സീക്വൻസസ് നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതായത് 2 ബാക്ക് സ്ലാഷ് ഇട്ടു വെച്ചാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബാക്ക് സ്ലാഷ് ക്യാരക്ടർ അല്ലെ. ഒരു ബാക്ക് സ്ലാഷ് ഇട്ടിട്ട് ഒരു സിംഗിൾ കോട്ട് ഇട്ടു, സിംഗിൾ കോട്ട്. ഡബിൾ കോട്ട് ഇട്ടാൽ ഡബിൾ കോട്ട്. എന്താ ഇങ്ങനെയൊക്കെ എഴുതുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാകും. ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്യാരക്ടർ. സ്ലാഷ് ഇട്ടിട്ട് എ ഇട്ടു, അലേർട്ട് ഓർ ബെൽ, ഒരു ബീപ് ബീപ് എന്നൊരു സൗണ്ട് കേൾക്കാം. ഇനി സ്ലാഷ് ഇട്ടിട്ട് ബി ഇട്ടു, ബാക്ക് സ്പേസ്. സ്ലാഷ് എഫ് ഫോം ഫീഡ്. സ്ലാഷ് എൻ ന്യൂ ലൈൻ. ഇപ്പൊ മനസ്സിലായോ?
Actually, when we did our program in our computer lab, we did already this one. That is \n new line. \n എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ \n എന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്ത് വരികയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രിന്റിംഗ് ദെയർ, ആ പ്രിന്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, ന്യൂ ലൈനിലേക്ക് പോവുകയാണ്. അപ്പൊ അതായത് അവിടെ പ്രിന്റ് ചെയ്യാതെ അല്ലെങ്കിൽ വേറെന്തോ ഒരു മീനിങ് നടക്കുകയാണ്. അതാണ് ഈ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. \/ ഇട്ടിട്ട് ഇതിനെ \/ എന്നാണ് വിളിക്കുന്നത്. അതായത് പുറകിൽ നിന്ന് ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന /. ഇനി \r എന്ന് പറഞ്ഞാൽ കാരിയേജ് റിട്ടേൺ, \t എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടാബ്, v വെർട്ടിക്കൽ ടാബ്, o ഒക്ടൽ നമ്പർ റെപ്രസെന്റേഷൻ, x ഹെക്സാഡെസിമൽ നമ്പർ റെപ്രസെന്റേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് എസ്കേപ്പ് സീക്വൻസ് അല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ചിലപ്പം ഷോർട്ട് കട്ട് സീക്വൻസ് എന്നൊക്കെ പറയാറുണ്ട്, പല പേരുകളിൽ പറയാറുണ്ട്. അതായത് നമ്മൾ നോക്കിയേ \n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ബാക്കി ഇനി ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ലൈനിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദി ക്യാരക്ടർ കോൺസ്റ്റൻസ്. നൗ വി ആർ തിങ്കിങ് അബൌട്ട് സ്ട്രിംഗ് ലിറ്ററൽ ഓർ സ്ട്രിംഗ് കോൺസ്റ്റന്റ്. സ്ട്രിംഗ് ലിറ്ററൽസ്, അതായത് വാട്ട് എവർ വി ആർ റൈറ്റിംഗ് വിതിൻ സിംഗിൾ കോഡ് ഇറ്റ് വാസ് ക്യാരക്ടർ, ഡബിൾ കോഡ്സ് മീൻസ് സ്ട്രിംഗ്. ഡബിൾ കോഡ്സിനുള്ളിൽ ഇഫ് യു ആർ റൈറ്റിംഗ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് വിൽ ബി കോൾഡ് എ സ്ട്രിംഗ്. That will be called as a string. So whatever we are writing inside one second, whatever we are writing within double quotes as a set of characters, that will be called as a string. Okay. Now how we can define a constant? പല വഴികളുണ്ട് നമ്മൾ അത് ഉപയോഗിക്കാം. അത് രണ്ട് വഴി. ഒന്നെന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂസിങ് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്യാം. ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാഷ് ഡിഫൈൻ പ്രോഗ്രാമിന്റെ ആദ്യം നമ്മൾ എഴുതും ഹാഷ് ഡിഫൈൻ വിഡ്ത്ത്. ഇപ്പോൾ എഴുതാണ് ഹാഷ് ഡിഫൈൻ വിഡ്ത്ത് 5 എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ എവിടെയെല്ലാം വിഡ്ത്ത് ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇതിന് വാല്യൂ 5 ആയിരിക്കും. കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ല. ഹാഷ് ഡിഫൈൻ പൈ 3.14, ദാറ്റ് മീൻസ് പൈയുടെ വാല്യൂ 3.14 തന്നെ. നിങ്ങൾ ജനിച്ചപ്പോഴും നിങ്ങളിപ്പോൾ പഠിക്കുമ്പോഴും 10 വർഷം കഴിഞ്ഞാലും പൈയുടെ വാല്യൂ വിൽ ബി സെയിം. സോ ദാറ്റ് ഈസ് ദി കോൺസ്റ്റന്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്യാം. കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഹാഷ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ എഴുതുന്നു കോൺസ്റ്റ് ഇൻറ്റു വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 5. അതല്ല എങ്കിൽ നമ്മൾ എഴുതും കോൺസ്റ്റ് കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽസ് 3.14. ലൈക്ക് ദാറ്റ് വി ക്യാൻ റൈറ്റ്. അപ്പോൾ നമ്മുടെ ഏതിന്റെ കോൺസ്റ്റൻസിന്റെ ആണെങ്കിലും അത് ഡിഫൈൻ ചെയ്ത് ആദ്യം നമുക്കിങ്ങനെ കൊടുക്കാം. ഇനി വാട്ട് ഇസ് എ സ്റ്റോറേജ് ക്ലാസ്? പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നതാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, പലപ്പോഴും കാണുന്നതാണ്. C also provide storage class. Actually, storage class defines the scope and lifetime of that variables within the functions of that C program. ഒരു C പ്രോഗ്രാമിനുള്ളിലെ ഫങ്ഷൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ വേരിയബിൾസിന്റെ സ്കോപ്പും അല്ലെങ്കിൽ ലൈഫ് ടൈമും എവിടെ വരെയാണ് അത് ഡിസൈഡ് ചെയ്യപ്പെടുന്ന ഫാക്ടറാണ് സ്കോപ്പ് ഓഫ് ദാറ്റ് ദി സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഓട്ടോ, രജിസ്റ്റർ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് ക്ലാസ്. ഓട്ടോ മീൻസ് ഓട്ടോമാറ്റിക് എന്നുള്ളത്. സ്റ്റോറേജ് ക്ലാസ് ഓട്ടോമാറ്റിക്കലി ലോക്കൽ വേരിയബിൾസിനെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓൾ ദി ലോക്കൽ വേരിയബിൾസ് if we are writing also, if we are not writing also, it will be auto. It can be written inside the function. Then register storage class. Register class means to define the local variables that should be stored in a register. കമ്പ്യൂട്ടറിൽ സാധാരണ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? റാമിലാണ്, റാൻഡം ആക്സസ് മെമ്മറിയിലാണ്. ഇപ്പം നമുക്ക് സപ്പോസ് ഇഫ് ദീസ് വേരിയബിൾസ് ഹാസ് എ മാക്സിമം സൈസ് ഈക്വൽ ടു ദി രജിസ്റ്റർ സൈസ് and can't have that unary ampersand or operator to apply to that, we can use that register variable. So register int A, register int B, like that. So that the register that quick access to that counters, quick access to that variables and their operations can be achieved by the using of that register variables. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, പല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്. സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ഇൻസ്ട്രക്ട്സ് ദി കമ്പൈലർ ടു കീപ് എ ലോക്കൽ വേരിയബിൾ ഇൻ എക്സിസ്റ്റൻസ് ഡ്യൂറിംഗ് ദി ലൈഫ് ടൈം ഓഫ് ദാറ്റ് പ്രോഗ്രാം
instead of creating and destroying in each time it comes into and goes out of the scope. അത് ഓരോ തവണയും ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ആ പ്രോഗ്രാമിന്റെ ലൈഫ് ടൈമിൽ മുഴുവനായിട്ട് ഈ വേരിയബിളിന്റെ ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. തുടങ്ങിയപ്പോൾ മുതൽ അവസാനിപ്പിക്കുമ്പം വരെ ഡ്യൂറിങ് ദി എൻറ്റയർ ലൈഫ് ടൈം ഓഫ് ദാറ്റ് പ്രോഗ്രാം ഈ ആ വാല്യൂ കീപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്ന സ്റ്റോറേജ് ക്ലാസ്സിനകത്ത് കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കും? സ്റ്റാറ്റിക് എന്ന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാകും. സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 5 എന്ന് എഴുതി. സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 5. നമ്മളിവിടെ ഒരു പ്രോഗ്രാം ആരംഭിച്ചു, ആ പ്രോഗ്രാമിലോട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് സ്റ്റാറ്റിക് ഇൻറ്റ് i ഈക്വൽ ടു 5. ഇപ്പൊ ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ ആയി. ഇവിടെ ആയിരുന്നെങ്കിൽ മെയിനിന്റെ മുകളിൽ എഴുതിയത് കൊണ്ട് അതിനെ ഗ്ലോബൽ വേരിയബിൾ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ, ഇറ്റ്സ് സ്കോപ്പ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ദി എൻറ്റയർ പ്രോഗ്രാം. എന്നാൽ ലോക്കൽ എന്ന് പറയുമ്പോഴോ, ഈ ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ആരംഭിച്ചു ഇവിടെ അവസാനിക്കുന്നു, ഇതിനുള്ളിൽ മാത്രമാണ് ഇതിന്റെ വാല്യൂ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ സ്കോപ്പ് അവിടെ വരെ മാത്രമേ ഉള്ളൂ. So that its lifetime will be only in between that open braces and closed braces. So അതിനെയാണ് ലോക്കൽ എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ലോക്കലും ഗ്ലോബലും ഉള്ള ആ ഒരു കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ വേരിയബിൾസിന്റെ വാല്യൂസിന്റെ ആ ലൈഫ് ടൈം നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് സ്റ്റാറ്റിക് പോലെയുള്ള കീവേഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ്, അത് നമ്മൾ ഓൾറെഡി കുറച്ച് കണ്ടിരുന്നു. അതായത് ഒരു external storage class used to give a reference of a global variable that is visible to all the program files. അത് എല്ലാ പ്രോഗ്രാം ഫയൽസിനും വിസിബിൾ ആയിട്ട് കാണത്തക്കവണ്ണമുള്ള ഒരു കീപ്പ് ചെയ്യുകയാണ്. അതായത് ആദ്യം തന്നെ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ എഴുതുകയാണ് എക്സ്റ്റേൺ വോയിഡ് നമുക്ക് എഴുതാനുള്ള അത് മുഴുവനായിട്ട് നമ്മൾ എഴുതി. എന്നിട്ട് എവിടെയൊക്കെയാ അടുത്ത ഒന്നാമത്തെ ഫയലിൽ അല്ലെ രണ്ടാമത്തെ ഫയലിലാണ് വേണ്ടതെങ്കിൽ ഒന്നാമത്തെ ഫയലിലാണ് നമ്മൾ ഇത് എഴുതിയത്, മെയിൻ ഫയലിൽ എഴുതി. ഇനി രണ്ടാമത്തെ ഫയലിൽ നമ്മൾ എഴുതുമ്പോഴും നമ്മൾ ആ വോയിഡ് റൈറ്റ് എക്സ്റ്റേൺ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ എക്സ്റ്റേൺ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സപ്പോസ് ഹിയർ വി ആർ റൈറ്റിംഗ് ഇൻ അനദർ പ്ലേസ് വി ആർ യൂട്ടിലൈസിങ് ഇറ്റ്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഓപ്പറേറ്റർ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദി C program. Another important topic is operator. Very easy topic, but it is very important, and many cases, without this question papers may not come like that. Sometimes we will tell. മിക്ക ക്വസ്റ്റ്യനിലും കാണുന്നത് എക്സ്പ്ലെയിൻ ദി ഓപ്പറേറ്റേഴ്സ് ഇൻ സി. എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റർ ഇസ് എ സിമ്പിൾ. വി ആർ ടെല്ലിംഗ് ടു ദി കമ്പൈലർ ടു പെർഫോം സം ആക്ഷൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്പറേറ്റർ. സം ആക്ഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് കമ്പൈലറിനോട് പറയുന്നതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് അരിത്തമെറ്റിക് ആവാം, റിലേഷണൽ ആവാം, ലോജിക്കൽ ഓപ്പറേറ്റർ ആവാം, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആവാം, മിസ്സലേനിയസ് ഓപ്പറേറ്റേഴ്സ് ആവാം. ഇതെല്ലാമാണ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. Yes, a question can expect explain the various operators in C language. So what is operator? What are its classification? These are all various types. So each and everything we can one by one we can see. Arithmetic operator. എന്താണ് arithmetic operator എന്ന് പറഞ്ഞാൽ? പ്ലസ്. മീനിങ് എന്താണ്? ആഡ് ചെയ്യുന്നു. സബ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ്. Percentage is also an arithmetic operator, we can tell. Percentage. That means it is a modulus operator. It is called as modulus operator. Modulus operator means we are getting that remainder after an integer division. Remainder value. ഉദാഹരണത്തിന് 5% 2. Suppose if we are giving 5% 2. 5 2 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ വാല്യൂ എത്രയാണ്? 2 × 2 4, 1 റിമൈൻഡർ, 1 is the remainder. So 1 we are getting. So അതാണ് പെർസെൻറ്റേജ്. ഇനി പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, ദാറ്റ് ഈസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെന്റും ഉണ്ട്, പ്രീഫിക്സ് ഇൻക്രിമെന്റും ഉണ്ട്. അതായത് ഒരു ഇത് അസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അതിന്റെ വാല്യൂ പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ അസൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. നേരെ തിരിച്ച് പ്രീഫിക്സ് എന്ന് പറയുമ്പോൾ അസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചെയ്യുന്നു. പ്ലസ് സി ഈക്വൽസ് പ്ലസ് പ്ലസ് എ.
മറ്റൊന്ന് സി ഈക്വൽസ് എ പ്ലസ് പ്ലസ്. സി ഈക്വൽസ് എ പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ സി ഈക്വൽസ് എ പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ എയുടെ വാല്യൂ ആദ്യം സിയിൽ അസൈൻ ചെയ്യും, അതിനുശേഷം എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം, സി ഈക്വൽസ് എ പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ എയുടെ വാല്യൂ ആദ്യം അസൈൻ ചെയ്യും, സിയിൽ അസൈൻ ചെയ്യും, അതിനുശേഷം എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിലോ ആദ്യം വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, അതിനുശേഷം അസൈൻ ചെയ്യും. അതാണ് പോസ്റ്റ് ഫിക്സും പ്രീഫിക്സും തമ്മിലുള്ള വ്യത്യാസം. പ്രീഫിക്സ് ഓട്ടോ ഇൻക്രിമെന്റ്, പ്രീഫിക്സ് ഓട്ടോ ഡിക്രിമെന്റ്. പോസ്റ്റ് ഫിക്സ് ഓട്ടോ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഫിക്സ് ഓട്ടോ ഡിക്രിമെന്റ്. ഈ എക്സാമ്പിളിൽ ഒരു ഈ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രീഫിക്സ് ഓട്ടോ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഫിക്സ് ഓട്ടോ ഇൻക്രിമെന്റ്. അതുപോലെ പ്രീഫിക്സ് പോസ്റ്റ് ഫിക്സ് ഓട്ടോ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഫിക്സ് ഓട്ടോ ഡിക്രിമെന്റ്. ഓക്കെ, ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റർ? അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽസ്, ഈക്വൽസ്, നോട്ട് ഈക്വൽസ്, ഇതെല്ലാം ചേർന്നാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ചെക്ക് ചെയ്യുക, നമ്മൾ രണ്ട് ഈക്വൽസ്, സിംഗിൾ ഈക്വൽ എന്നാണെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഡബിൾ ഈക്വൽസ് എന്നാകുമ്പോഴത് റിലേഷണൽ ഓപ്പറേറ്റർ ആകും. ഇഫ് എ ഈക്വൽസ് ബി, എയും ബിയും കൂടെ ചെക്ക് ചെയ്യുകയാണ്, എയും ബിയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ടീസ് നോക്കുക, എന്താണ് ഇതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാം. ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംബർസാൻഡ് സൈൻ, ആംബർസാൻഡ്, രണ്ട് പൈപ്പ് സിമ്പല്, അത് ലോജിക്കൽ ഓർ. രണ്ട് ആംബർസാൻഡ് ഉണ്ടെങ്കിൽ ലോജിക്കൽ ആൻഡ്. രണ്ട് പൈപ്പ് സിമ്പൽ ഉണ്ടെങ്കിൽ ഇതിനെ പൈപ്പ് സിമ്പൽ എന്നാണ് വിളിക്കുന്നത്. രണ്ട് പൈപ്പ് സിമ്പൽ ഉണ്ടെങ്കിൽ ലോജിക്കൽ ഓർ. അതായത് എ ഓർ ബി, ഒരു എക്സ്ക്ലമേഷൻ മാത്രമുണ്ടെങ്കിൽ ലോജിക്കൽ നോട്ട്. ഇപ്പൊ ആൻഡ്, ഓർ, നോട്ട്, ഇതെല്ലാം പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. രണ്ട് പേര് ഇത് ഓപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നു. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള ചില ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്. ഒരൊറ്റ ആംബർസാൻഡേ ഉള്ളൂ, ഒരൊറ്റ പൈപ്പ് സിമ്പലേ ഉള്ളൂ. അതുപോലെ ക്യാരറ്റ് സൈൻ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് വിൽ ബി ഡൺ ദെയർ. അതിന്റെ മീനിങ്ങും ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിറ്റ് വൈസ് ആയിട്ടുള്ള ബൈനറി ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ഷിഫ്റ്റ് ലെഫ്റ്റ്, അതുപോലെ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേറ്റർ, ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്റർ, അതുപോലെ ബൈനറി വൺസ് കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ. ഇത് കണ്ടല്ലേ, ബൈനറി വൺസ് കോംപ്ലിമെന്റ്. ടിൽഡേ സൈൻ, ടിൽഡേ സൈൻ, ടിൽഡേ സൈൻ എന്ന് പറയും ബൈനറി ഓപ്പറേറ്റർ. ഓക്കെ, then assignment operator, it is a very common operator. Assignment operator, equal sign we are giving. Equal sign എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? Equal sign എന്ന് പറഞ്ഞാൽ assigning some value which is on the right hand side, that value will be assigning to the left hand side, that is assignment operator. അതുപോലെ പ്ലസ് ഈക്വൽസ്, മൈനസ് ഈക്വൽസ്, സ്റ്റാർ, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്, ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സും we can combine with the assignment operators and we can do. For example program is written here. One example program ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. ഇനി ഇത് കൂടാതെ ധാരാളം ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ, സ്റ്റാർ ഓപ്പറേറ്റർ, പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർ ഓപ്പറേറ്റർ. പിന്നെ മറ്റൊരെണ്ണമാണ് ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ അല്ലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളൻ കൂടെ കൊടുക്കും കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതിന്റെ മീനിങ് എന്താണ്? ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ എക്സ്, ഇതാണ് മീനിങ്. ഇഫ് ദി കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ എക്സ് വാല്യൂ, ഒന്നാമത്തെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം കോളൻ കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ വാല്യൂ ആയിരിക്കും അക്സെപ്റ്റ് ആകുന്നത്. അതാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ഗുണം. അതായത് ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഈ കേസ് നോക്കുക. ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടില്ലേ, ഒരു കണ്ടീഷനാണ് ബി ഈക്വൽസ് എ ഈക്വൽസ് 10, ഒരു കണ്ടീഷൻ കൊടുത്തു. എന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, എ ഈക്വൽസ് 10 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 20 വാല്യൂ ബിക്ക് അസൈൻ ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ 30 will be the value that will be assigning to B. So that is conditional operator. Okay. ഇനി ഈ ഓപ്പറേറ്റേഴ്സ് പ്രെസിഡൻസ് ഇൻ സി, ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചില പ്രെസിഡൻസ്, ചില ഹൈറാർക്കിക്കൽ തിങ് നമുക്ക് ഉപയോഗിക്കും. നമ്മൾ സാധാരണ ഓൾ ദി എക്സ്പ്രഷൻസ് വി ആർ യൂസിങ് സം ഹൈറാർക്കി. വാട്ട് ഈസ് ദി ഹൈറാർക്കി വി ആർ യൂസിങ്? In school classes we have already studied Boltzmann rule. The same rule is applicable here. Bracket of division, multiplication, addition, subtraction.
ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ബോട്ട്മാസ് റൂൾ. ഇത് കൂടാതെ ഈ ഒരു ഹൈറാർക്കിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒന്നാമത് പോസ്റ്റ് ഫിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു നേതാവും ഒരു നേതാവ് അല്ലാത്ത ആളും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് പ്രിഫറൻസ് കൊടുക്കും? വലിയ നേതാവിനായിരിക്കും ചിലപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതേപോലെ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രിസിഡൻസ് ഓർ പ്രിഫറൻസ് ഓർ ഹൈറാർക്കി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് പറയുന്നത്. അതായത് പോസ്റ്റ് ഫിക്സ് ഒന്നാമത്തെ, അല്ല അടുത്തത് യൂനറി, മൾട്ടിപ്ലിക്കേറ്റീവ്, ആഡിറ്റീവ്, ഇങ്ങനെയുള്ള ആ ഒരു ഈ ഓർഡറിൽ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ഓർഡറിലായിരിക്കും അതിന്റെ ആ ഹൈറാർക്കി മീൻസ് ദാറ്റ് ഓർഡർ ഇൻ വിച്ച് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനിൽ ആ ഏത് ഓർഡറിലാണ് ഈ ഓപ്പറേറ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഒന്നാമത് സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് വൺ ദിസ് വിൽ എക്സിക്യൂട്ട്, സെക്കൻഡ് വൺ ദിസ് വിൽ എക്സിക്യൂട്ട്, തേർഡ് വൺ, അങ്ങനെ ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ. അതിന്റെ ഒരു എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചു നോക്കാം. ഓരോന്നിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ പ്രോഗ്രാം ഡിസിഷൻ മേക്കിംഗ് ഓർ വി ക്യാൻ ഓൾസോ കോൾഡ് ആസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. Control structures. Usually the program will be running in a sequential order. Program will be executing in a sequential order. If we want to change the order of execution from that sequential order to some other place in our program, we will use control structures or decision making structures. അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ എവിടെയും പോവുക, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അതിനായി മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, കൺട്രോൾ വിൽ കം ടു ദാറ്റ് സം അതർ പാർട്ട്. ഇഫ് എൽസ്, ഇഫ് ട്രൂ സം പാർട്ട്, ഇഫ് എൽസ് സം അതർ പാർട്ട്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ ഒരു പ്രോഗ്രാമിൽ തന്നെ വീണ്ടും 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 ഒരേ ഇതിൽ തന്നെ വീണ്ടും വീണ്ടും. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഇറ്റ് ഈസ് എ മൾട്ടി വേ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. നെസ്റ്റഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓൾസോ വിൽ ബി ദേർ. സ്വിച്ച് മീൻസ് മൾട്ടി വേ ബ്രാഞ്ചിങ്. ഓക്കെ. ഇഫ് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇഫിന്റെ സിന്റാക്സ് എങ്ങനെയാണ് വരുന്നത്? ഇഫ് ബൂളിയൻ എക്സ്പ്രഷൻ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, തീരുന്നു. അതായത് ഒരു ഫ്ലോ ഡയഗ്രം നോക്കിയാൽ അറിയാം. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, ദീസ് സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ താഴേക്ക് വരും, ഇതിന്റെ താഴേക്ക് വരും. ഓക്കെ. അതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് വൺ. അതായത് ഇഫ് എ ലെസ് ദാൻ 20 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ 20 ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൺട്രോൾ വിൽ കം ഔട്ട് ഫ്രം ദിസ് പാർട്ട്. അതുപോലെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ മറ്റേടത്ത് ഇഫ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇഫ് എൽസ് എന്ന് പറയുമ്പോൾ എൽസ് പാർട്ടുകളുണ്ട്. ഇഫ് ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്, എൽസ് സം അതർ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തു, ഫോൾസ് ആണെങ്കിൽ സം അതർ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. ഓക്കെ. ഇങ്ങനെ പോകുന്നത്. അതാണ് ഇഫ് എൽസ് പാർട്ട് എന്ന് പറയുന്നത്. ഇഫ് എൽസ് വീണ്ടും വീണ്ടും ഒന്നിലധികം നെസ്റ്റഡ് ഇഫ്, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പോകുന്നു. അതിനെ ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്, ഇഫ് എൽസ് ഇഫ്, അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് പറയും. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ തന്നെ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ്, വീണ്ടും അതിനുള്ളിൽ തന്നെ വീണ്ടും മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്നിലധികം ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞു, ഇറ്റ് ഈസ് എ മൾട്ടി വേ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. അതായത് സ്വിച്ച് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷന്റെ വാല്യൂ ഒന്നാണെങ്കിൽ, ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ, ഒന്നാമത്തെ വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയും കേസ്. ആ ഒന്നാമത്തെ വാല്യൂ ആണെങ്കിൽ സം സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്, എന്നിട്ട് കൺട്രോൾ വിൽ ബ്രേക്ക്. ഈ സ്വിച്ച് എക്സ്പ്രഷന്റെ വാല്യൂ ഒരു രണ്ടാമത്തെ വാല്യൂ ആണെങ്കിൽ, കേസ് രണ്ടാമത്തെ വാല്യൂ, സം അതർ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഡീഫോൾട്ട് എന്ന് കൊടുക്കും, സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. മൾട്ടി വേ ബ്രാഞ്ചിങ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. മൾട്ടി വേ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കമ്മിങ് ഔട്ട് ഫ്രം ദാറ്റ് ലൂപ്പ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസിങ് ഫോർ കമ്മിങ് ഔട്ട് ഫ്രം ദാറ്റ് ലൂപ്പ്. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇഫ് നോ ബ്രേക്ക് അപ്പിയേഴ്സ്, ദി ഫ്ലോ ഓഫ് ദി കൺട്രോൾ വിൽ ഫോൾ ത്രൂ ദി സബ്സിക്വന്റ് കേസസ്. അടുത്ത കേസിലേക്കും പോകും. നമുക്ക് ശരിക്കും ഒന്നാമത്തെ വാല്യൂ മാത്രം നോക്കിയാൽ മതി, പക്ഷേ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഒരു ഫ്ലോ ഡയഗ്രാം. ഒന്നാമത്തെ കേസ് ആണെങ്കിൽ അടുത്തൊന്ന്,
രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇങ്ങനെ പോകും, മൂന്നാമത്തെ കേസിലാണെങ്കിൽ കൺട്രോൾ ഇങ്ങനെ പോകും. അതൊന്നും അല്ലെങ്കിൽ കൺട്രോൾ ഇങ്ങനെ പോകും. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഗ്രേഡ് എ ആണ്, എ ഗ്രേഡ് ആണെങ്കിൽ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകും. ബി ആണെങ്കിൽ സമദർ സ്റ്റേറ്റ്മെന്റ്, സി ആണെങ്കിൽ സമദർ സ്റ്റേറ്റ്മെന്റ്, ഡി ആണെങ്കിൽ ഈ, എഫ് ആണെങ്കിൽ ഓരോ ഇതിലും ഇങ്ങനെ പോകുന്നു. ഇത് തന്നെ നെസ്റ്റഡ് കേസ് ആണെങ്കിൽ നെസ്റ്റഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ തന്നെ നമ്മൾ നെസ്റ്റഡ് കേസ് ആയിട്ട് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അനദർ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ that will be called as nested switch statement. Small program is given here. It is self-explanatory. Then the question mark colon, that is conditional operator, I already explained to you. That is here three things: expression 1, expression 2, expression 3. Three things are coming: expression 1, expression 2, expression 3. That means expression 1 will be evaluating. If expression 1 is correct ആണെങ്കിൽ, അല്ലെങ്കിൽ true ആണെങ്കിൽ, expression 2 will be assigning to that one. Otherwise expression 3 will be assigning to that one. അപ്പം ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്.